ലോകത്തെ പ്രമുഖരെയും ഭരണാധികാരികളെയും ഒരുപോലെ മുൾമുനയിൽ നിർത്തുന്ന എപ്സ്റ്റീൻ ഫയലുകൾ രാജ്യാന്തര തലത്തിൽ വലിയ പ്രകമ്പനങ്ങളാണ് സൃഷ്ടിക്കുന്നത്. എന്നാൽ ഇത്തവണ ഈ വെളിപ്പെടുത്തലുകൾ ഇന്ത്യയെയും ഞെട്ടിച്ചിരിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരും ഈ ഫയലുകളിൽ പരാമർശിക്കപ്പെടുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആരായിരുന്നു ജെഫ്രി എപ്സ്റ്റീൻ? എന്തിനായിരുന്നു ലോകത്തെ വൻശക്തികൾ ഈ മനുഷ്യന്റെ നിഗൂഢ ലോകത്ത് അണിനിരന്നത്? അമേരിക്കൻ സാമ്പത്തിക ലോകത്തെ അതികായകനായിരുന്ന ജെഫ്രി എപ്സ്റ്റീൻ വെറുമൊരു ജൂത കോടീശ്വരനായിരുന്നില്ല. ലോകം കണ്ട ഏറ്റവും വലിയ ചൈൽഡ് സെക്സ് ട്രാഫിക്കിംഗ് റാക്കറ്റിന്റെ തലവനായിരുന്നു അയാൾ. വെർജിൻ ഐലൻഡിലെ തന്റെ സ്വകാര്യ ദ്വീപായ ലിറ്റിൽ സെന്റ് ജെയിംസിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ എത്തിച്ച് ലോക പ്രശസ്തർക്കായി അയാൾ വിരുന്നൊരുക്കി. അമേരിക്കൻ പ്രസിഡന്റുമാരായ ഡൊണാൾഡ് ട്രംപ് മുതൽ ബിൽ ക്ലിന്റൺ വരെയും ബ്രിട്ടീഷ് രാജകുടുംബം മുതൽ മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സ് വരെയുമുള്ള വമ്പൻ പേരുകൾ എപ്സ്റ്റീന്റെ ബ്ലാക്ക് ബുക്കിൽ ഇടം പിടിച്ചു. എന്നാൽ ഇതിനെല്ലാം പിന്നിൽ അതിശക്തമായ ഒരു ചാരശൃംഖലയുടെ കരങ്ങളുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദുമായി എപ്സ്റ്റീന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. അമേരിക്കൻ രാഷ്ട്രീയത്തിലെയും ബിസിനസ്സിലെയും പ്രമുഖരെ കെണിയിൽ വീഴ്ത്തി ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള മൊസാദിന്റെ നീചമായ തന്ത്രമായിരുന്നു ഈ ബിസിനസ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിലെ പല നിർണായക തീരുമാനങ്ങളെയും സ്വാധീനിക്കാൻ ഈ മനുഷ്യന് കഴിഞ്ഞത് അതുകൊണ്ടാണ്. ഈ നിഗൂഢമായ പശ്ചാത്തലത്തിലാണ് 2017 ഒരു ഇമെയിൽ സന്ദേശം ഇന്ന് ചർച്ചയാകുന്നത്. 2017 ജൂലൈ മാസം ചരിത്രത്തിലാദ്യമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേൽ മണ്ണിൽ സന്ദർശനം നടത്തുന്നു. ഈ യാത്രയ്ക്ക് പിന്നിൽ എപ്സ്റ്റീന്റെ ഉപദേശങ്ങൾ ഉണ്ടായിരുന്നോ? 2017 ജൂലൈ 9 എപ്സ്റ്റീൻ അയച്ച ഒരു ഇമെയിലിൽ പറയുന്ന കാര്യങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഗൗരവമുള്ളതാണ്. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഗുണകരമാകുന്ന രീതിയിൽ എപ്സ്റ്റീന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രധാനമന്ത്രി മോദി ഇസ്രയേലിൽ നീക്കങ്ങൾ നടത്തിയതെന്നാണ് ഈ രേഖകൾ ആരോപിക്കുന്നത്. കൃത്യമായ സമയക്രമങ്ങളാണ് ഈ ആരോപണങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നത്. 2017 ജൂണിൽ പ്രധാനമന്ത്രി അമേരിക്കയിൽ വെച്ച് ട്രംപിനെ കാണുന്നു. തൊട്ടു പിന്നാലെ ഇസ്രായേൽ സന്ദർശനം. ഈ സന്ദർശനം പൂർത്തിയായി 3 ദിവസത്തിന് ശേഷം എപ്സ്റ്റീൻ കുറിച്ചു, അത് വിജയിച്ചു. ആ സന്ദർശനത്തിൽ എപ്സ്റ്റീന്റെ താൽപര്യങ്ങൾ എന്തായിരുന്നു? എന്ത് പ്രതിഫലമാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിലുണ്ടായിരുന്നത്? ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങൾ നിരവധിയാണ്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്നുണ്ട്. എന്നാൽ ഭരണകക്ഷിയിലെ തന്നെ മുതിർന്ന നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയത് വിഷയത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. ഇത് കേവലം ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല, മറിച്ച് രാജ്യത്തിന്റെ അന്തസ്സും അന്താരാഷ്ട്ര പ്രതിച്ഛായയും നേരിടുന്ന ചോദ്യമാണ്. എപ്സ്റ്റീൻ ഫയലുകൾ കൊണ്ട് മുറിവേറ്റിരിക്കുന്നത് മോദിക്ക് മാത്രമല്ല, അറബ് ഭരണാധികാരികളും ഇലോൺ മസ്ക്, നോം ചോംസ്കി തുടങ്ങിയ വമ്പന്മാരും ഇതിൽപ്പെടുന്നു. നമ്മൾ കാണുന്ന ഈ ലോകം ഇങ്ങനെയല്ലെന്നും ചോര മരവിപ്പിക്കുന്ന ക്രൂരതകളുടെയും വൃത്തികേടുകളുടെയും മറുവശമുണ്ടെന്നും ഈ ഫയലുകൾ നമ്മോട് പറയുന്നു. ലോകത്തെ നയതന്ത്ര ബന്ധങ്ങളും തീരുമാനങ്ങളുമെല്ലാം നിയന്ത്രിക്കുന്ന അതിശക്തരുടെ കൂട്ടം എന്നത് വെറുമൊരു കെട്ടുകഥയല്ല. വേട്ടക്കാർ പുതിയ കളികൾ തുടങ്ങിയിട്ടുണ്ടാകാം. പഴയ നാറിയ കഥകൾ പുറത്തുവരുന്നത് പോലും അവരുടെ പുതിയ പദ്ധതികളുടെ ഭാഗമാകാം. തൽക്കാലം ഈ നാടകം കണ്ട് നെടുവീർപ്പിടാനേ നമുക്കാകൂ. ഈ ലോകം ഇങ്ങനെയൊക്കെയാണെന്ന് ഓർമ്മിപ്പിക്കാൻ എപ്സ്റ്റീൻ ഫയലുകൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്.